ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 2024 ഈ അടുത്ത ആഴ്ചകളിൽ കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ആഴ്ചയൊക്കെ ചോദിച്ച ചില ചോദ്യങ്ങളിലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എലിമിനേഷൻ ടെക്നിക്സിലൂടെ വളരെ പെട്ടെന്ന് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നത്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യ ചോദ്യം ഇതാണ്. സ്റ്റേറ്റ്മെന്റ് ചോദ്യം ചോദിക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് അറിയായിരിക്കും, ചില സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് അറിയത്തില്ലായിരിക്കും. 1887 കലാപസ്ഥലം ബറേലി, ബറൌട്ട് പർഗാന, ഫൈസാബാദ്, ബീഹാർ. ഇപ്പുറത്തെ ഇവിടുത്തെ നേതാക്കളുമുണ്ട്. നമ്മൾ ആദ്യം നമുക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് നോക്കുക. ഒന്നെങ്കിൽ നമുക്ക് ഉത്തരം പൂർണ്ണമായും അറിയണം, അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരം ഇതല്ല എന്ന്, ഇത് പൂർണ്ണമായും തെറ്റായിരിക്കും എന്ന് അറിയണം. ഇത് രണ്ടിൽ എന്തെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം. ഒന്നും അറിയാണ്ട് ചുമ്മാ വന്നിരുന്ന് കറക്കി കുത്താൻ പറ്റത്തില്ല. നമുക്ക് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ വേറെ ഏതെങ്കിലും ഇതല്ല അല്ലെങ്കിൽ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ബീഹാറിലെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ കൻവർ സിംഗ് ആണെന്ന് എല്ലാവർക്കും അറിയാം. സ്കൂൾ ബുക്കിൽ കിടപ്പുണ്ട്. ആരാ? ബീഹാർ നേതാവ് കൻവർ സിംഗ് ആണ്. ഈ ഒരു ഉത്തരം മാത്രം അറിയാവുന്ന ഒരാൾക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താം. 4ന്റെ ഉത്തരം 5ആണ്. കണ്ടോ, 4ന്റെ ഉത്തരം എന്താണ്? കൻവർ സിംഗ് ആണ്. വേറെ ഏതെങ്കിലും ഓപ്ഷനിൽ 4ന്റെ ഉത്തരം 5 ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ വേറൊന്നും വായിക്കുക പോലും വേണ്ട, വളരെ വേഗം ഈ ഉത്തരം എഴുതിയിട്ട് അടുത്തതിലേക്ക് പോകാം. ഇനി ഇത് പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ ബറേലി ആരാണ്? ഖാൻ ബഹദൂർ ആണ്. ബറൌട്ട് പർഗാനയാണെങ്കിൽ ഷാമാലാണ്. ഫൈസാബാദ് ആണെങ്കിൽ മൗലവി അഹമ്മദുള്ളയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ഒറ്റ ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതാണ്, ബീഹാർ. അതുപോലെ കൻവർ സിംഗ് ആണെങ്കിൽ അങ്ങനെ നാനാ സാഹിബ് ആണെങ്കിൽ കാൺപൂർ. ഇതൊക്കെ എല്ലാവരും പഠിച്ചു വെച്ചേക്കുന്നതാണ്. ഹസ്രത്ത് മഹൽ ആണെങ്കിൽ എവിടെയാണ്? ഹസ്രത്ത് മഹൽ ലക്നൗ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഒറ്റ ഉത്തരം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇനി മറ്റൊരു ചോദ്യമാണ്, നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതൊക്കെ? അപ്പൊ നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും തുല്യ അധികാരമാണ്. രണ്ടുപേർക്കും ഒരേ അവകാശമുണ്ട്. ആകെ മണിബില്ലി മാത്രമേ ഉള്ളൊരു വേരിയേഷൻ, ബാക്കി രണ്ടുപേരും ഈക്വൽ റൈറ്റ്സ് ആണ്. അപ്പൊ ഒന്ന് ശരിയാണെന്ന് അറിയാം. ഒന്ന് ശരിയാണ് എന്നറിയാമെങ്കിൽ 3 കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇനി ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ധനകാര്യ ബില്ല്, മണി ബില്ല് രാജ്യസഭയിലല്ല ലോക്സഭയിലാണ് ആരംഭിക്കുന്നത് എന്നറിയാം. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്ന് മനസ്സിലായി. തെറ്റാന്ന് മനസ്സിലാകുമ്പോൾ 2 നമുക്ക് ചോദിച്ചത് ശരി ആണ്. ശരി ചോദിച്ചത് കൊണ്ട് 2 എന്തായാലും നമ്മുടെ ഉത്തരമല്ല. അതുകൊണ്ട് 2 പറഞ്ഞതെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞു. പിന്നെ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല. നമ്മുടെ ഉത്തരം 1ഉം 3ഉമാണ്. അപ്പൊ വളരെ വേഗം ആൻസർ ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാനുള്ള എലിമിനേഷൻ ടെക്നിക്കാണിത്. അപ്പൊ നിങ്ങൾക്ക് എന്താ, ഒത്തിരി പേർക്ക് ഇപ്പൊ എലിമിനേഷൻ ടെക്നിക്സ് നന്നായിട്ട് അറിയാം. ഇനി അറിയാത്തവർക്കും വരാൻ പോകുന്ന എക്സാമുകൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു ക്ലാസ്. അപ്പൊ നിയമനിർമ്മാണത്തില് രാജ്യസഭ ലോക്സഭ തുല്യാധികാരമാണ്. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരമുണ്ട്. ഇതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. 2 എന്ന് പറയുന്നത് തെറ്റാന്നറിയാവുന്ന ഒരു കുട്ടിക്ക് വേറെ ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും ഈ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. 2 ഉള്ള ഉത്തരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു ശരി ചോദിച്ചത് കൊണ്ട്. അടുത്ത ചോദ്യം നമ്മുടെ LDC കൊല്ലത്തിന്റെ ഒരു ചോദ്യമാണ്. മറ്റേത് 2 ലാബ് അറ്റൻഡറിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിനകത്ത് ഏത് ഓപ്ഷൻ വായിച്ചാലും ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉത്തരം അറിയാം. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് ആരെഴുതിയതാണെന്ന്. ഉത്തരം VP മേനോൻ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം വായിക്കുമ്പോൾ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. പിന്നെ കുറച്ചു പേർക്കൊക്കെ ഇതൊക്കെ ആയിരിക്കാം കൺഫ്യൂഷൻ വരുന്നത്. ഒറീസയിലെ ഗവർണർ, ഇതൊക്കെ അറിയാം. സർദാർ നെഹ്റുവിനൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പങ്കെടുത്തു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി. അപ്പൊ ഏതെങ്കിലും ഒന്ന് വായിച്ചപ്പോൾ ഉത്തരം കിട്ടിയെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് നമ്മൾ അറിവ് സമ്പാദിക്കേണ്ട കാര്യമില്ല, അല്ലെ? എക്സാം ഹാളാണ്. മാക്സിമം വേഗത്തിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ ഇരുന്ന് എല്ലാം വായിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഫാസ്റ്റ് ആയിട്ട് അതിന് ഉത്തരം ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് അങ്ങ് പോവുക. 1ഓ 2ഓ വായിച്ചു ഉറപ്പ് വരുത്തുക, എഴുതുക, അടുത്തതിലേക്ക് പോവുക. കൺഫേം ആണെങ്കിൽ 100% കൺഫേം ആണെങ്കിലേ ഉള്ളൂ അടുത്തതിലേക്ക് പോകേണ്ടത്. അല്ല നിങ്ങൾക്ക് കൺഫേം അല്ല എങ്കിൽ ഒരു 70% കൺഫർമേഷൻ ഉള്ളെങ്കിൽ നിങ്ങൾ ബാക്കി വായിക്കണം. സമയം പോയാലും വേണ്ടില്ല, ബാക്കി വായിക്കണം. കാര്യം അറിയാവുന്ന ഉത്തരങ്ങൾ തെറ്റിച്ചിട്ട് വരരുത്. ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. സമത്വ സമാജം അയ്യങ്കാളി. എല്ലാവർക്കും അറിയാം സമത്വ സമാജം എന്ന് പറയുന്നത് വൈകുണ്ഠസ്വാമിയാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ മോസ്റ്റ് റിപ്പീറ്റഡ് PYQ ആണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും അറിയാം എന്ന് പറയുന്നത്. മോസ്റ്റ് റിപ്പീറ്റഡ് PYQs ഒക്കെ എല്ലാവരും ഇപ്പോൾ ഓൾറെഡി പഠിച്ചു വെച്ചേക്കുവാണ്. പുതിയ ചോദ്യങ്ങളും കുറച്ച്
കുനിഷ്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ആൾക്ക് ബുദ്ധിമുട്ട്. അപ്പൊ ഈ ഒന്ന് ഉത്തരം തെറ്റാണെന്ന് മനസ്സിലായി. ശരിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നെല്ലാം വെട്ടിക്കളഞ്ഞു. കണ്ടോ? അപ്പൊ നമുക്ക് രണ്ടെണ്ണത്തിൽ നിൽക്കുന്നു. ഇനി ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദനാണ്. രണ്ട് ശരിയാണെന്നറിയാം. ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദനല്ലേ? അപ്പൊ തന്നെ ഉത്തരത്തിലെത്തി. രണ്ടെണ്ണം വായിച്ചപ്പോഴേ ഉത്തരത്തിലെത്തി. സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പനാണ്. 3 തെറ്റാണ്. കണ്ടോ? യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്, അത് ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്നെങ്കിൽ നമുക്കത് ശരിയാണെന്ന് അറിയണം, അല്ലെങ്കിൽ നമുക്ക് ഇത് തെറ്റാണെന്ന് അറിയണം. ഏതെങ്കിലും ഒരറിവ് നമുക്ക് മതി. ഇതറിയാമെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാത്തിലും പറ്റത്തില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കാണിക്കാം. എല്ലാത്തിലും പറ്റത്തില്ല എങ്കിലും ഒരു 10-80% ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ചെയ്തിട്ട് പോകാൻ സാധിക്കും. ഇനി ഇവിടെ നോക്കിയേ, 315, 243K, 243 338. ഇപ്പുറത്ത് ദേശീയ പട്ടികജാതി കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. നമ്മൾ എല്ലാ അനുച്ഛേദങ്ങളൊന്നും പഠിക്കാറില്ല, കുറെയൊക്കെ നമ്മൾ പഠിച്ചു വെക്കാറുമുണ്ട്. അപ്പൊ 338 എല്ലാരും പഠിച്ചു വെക്കുന്നതാണ്. പട്ടികജാതിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ 4-1 കണ്ട രണ്ടെണ്ണത്തിലുണ്ട്. അപ്പൊ ഇത് രണ്ടും എല്ലാം നമ്മൾ ഉറപ്പിച്ചു. ഇനി 243Kയും എല്ലാവരും പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അത് എന്താണ്? നമ്മുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 243A ഗ്രാമസഭ, അങ്ങനെ K വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പൊ 2-3 ആണെന്നും അറിയാം. 2-3 ആണെന്ന് രണ്ട് ഓപ്ഷനിലും എന്തുണ്ട്? 2-3 ആണ്. അതുപോലെ 4 എന്ന് പറയുന്നത് 1 ആണ്. ഇത് രണ്ടും കണ്ടോ? കൺഫ്യൂഷൻ. ഇത് രണ്ടാണ് നമുക്ക് അറിയാവുന്നത്. ഇനി 315 സംസ്ഥാന PSC ആണ്, പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് എന്നറിയാവുന്ന ഒരു കുട്ടിക്കാണ് ഇവിടെ ഉത്തരത്തിലേക്ക് പോകാൻ പറ്റുന്നത്. 1, 4. അപ്പൊ ചില ചോദ്യങ്ങളിൽ എന്ന് വെച്ചാൽ നമ്മൾ രണ്ടെണ്ണത്തിൽ വന്ന് കൺഫ്യൂസ് ആവും. ഇതാണോ അതാണോ? കണ്ടോ? നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒന്നാന്ന് നമുക്ക് ഉറപ്പിച്ചറിയാം. പക്ഷേ നമ്മുടെ 50-50 ചാൻസ് ആണ്. ഒന്ന് കുത്തിയാൽ ചിലപ്പോൾ മാർക്ക് കിട്ടും, ചിലപ്പോൾ ഉള്ള മാർക്കിൽ നിന്ന് ഒരെണ്ണം പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു 50-50 ചാൻസിൽ നമ്മൾ നിൽക്കും ചില ചോദ്യങ്ങളിൽ. ഓക്കെയാണ്. അത് നമുക്ക് നന്നായിട്ട് വിവരം അറിയാമെങ്കിലേ ചിലപ്പോൾ എഴുതാൻ പറ്റും. ചിലതിൽ നമ്മളൊരു 50-50 എന്ന് വന്ന് നിൽക്കും. പിന്നെ നമ്മൾ ആലോചിച്ചൊക്കെ നോക്കുമ്പോൾ ചിലർക്ക് ആൻസർ വരും, ചിലർക്ക് ആൻസർ വരത്തില്ല. അങ്ങനെയുള്ളവർ ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ റിസ്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളങ്ങ് സ്കിപ്പ് ചെയ്താൽ മതിയാകും. റിസ്ക് എടുത്ത് ചിലർക്ക് മാർക്ക് കിട്ടാറുമുണ്ട്. ഇനി ശരി, അപ്പൊ ഇതിനകത്ത് ആൻസർ വരുന്നത് 315 PSC ആണ്. 243K അതല്ലല്ലോ, തെറ്റാണല്ലോ. 243K 3 ആണ്. ഓക്കെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 243I സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. ഓപ്ഷൻ ഡി. പിന്നെ വരുന്നത് അനുച്ഛേദം 338 ആണ്. അത് ദേശീയ പട്ടികജാതി കമ്മീഷനാണ്. ഇനി നമ്മൾ ഇതിലേക്ക് പോകുന്നു. ശരിയാണ് ചോദിച്ചത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കണം, ശരിയാണോ തെറ്റാണോ. അത് നമ്മൾ പ്രത്യേകം ഉറപ്പിക്കണം, ശരിയാണോ തെറ്റാണോ. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് അർജുന അവാർഡ്. അത് ഒരുവിധം എല്ലാവർക്കും അറിയാം. അല്ല, കേരളത്തിനെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതി എന്നറിയാം. അപ്പൊ ഒന്ന് തെറ്റാണെങ്കിൽ ഒന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാം വെട്ടിക്കളയണം. ഒന്ന് പറഞ്ഞിരിക്കുന്ന വെട്ടി. ഇവിടെ രണ്ടിടത്തിൽ നിന്നു. 2023 അർജുന അവാർഡ് ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറിന് കിട്ടി. അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. അപ്പൊ നമുക്കിവിടെ 3 മാത്രമെന്നും 2ഉം 3ഉം ശരി എന്നും ഉണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 50-50 ചാൻസിൽ ഇങ്ങനെ സ്റ്റക്ക് ആകും. മുരളിക്ക് കിട്ടി എന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം. അത് അറിയാവുന്ന ഒരാളാണെങ്കിൽ രക്ഷപ്പെട്ടു. അതറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ 2, 3 ശരിയാണ് എന്ന് ഉറപ്പിക്കാം. ഓക്കെയാണ്. മുരളിക്ക് കിട്ടി എന്ന് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാം. കണ്ടോ? 50-50 സ്റ്റക്ക് ആയാലും ഏതെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ പെട്ടെന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസറിലേക്ക് പോകാൻ പറ്റും. അടുത്തത് ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം, രാസവളങ്ങളുടെ ഉപയോഗം, യന്ത്രവൽക്കരണം, കർഷകരുടെ കുടിയേറ്റം. വിത്തിനം നല്ലതാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. രാസവളമുണ്ട്, യന്ത്രവൽക്കരണം ഉണ്ട്. അപ്പൊ ഇതിൽ കൺഫ്യൂഷൻ വരുമ്പോൾ കർഷകരെ കുടിയേറ്റേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹരിത വിപ്ലവത്തിന്റെ ഗുണമാണോ അവിടെ നിൽക്കുന്ന കർഷകരെ പിടിച്ച് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നത്? അല്ല, അത് അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ. അവർ താമസിച്ചുകൊണ്ട സ്ഥലത്ത് നിന്ന് ഇവിടുന്ന് പോയിക്കോളാൻ പറയുന്നത്. അപ്പോൾ അതിൽ നല്ല വിത്തിനം കിട്ടണം, നല്ല യന്ത്രം കിട്ടണം, നല്ല വളം കിട്ടണം. ഇതൊക്കെയല്ലേ കൃഷിക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ഹരിത വിപ്ലവം വിശാലമായി പഠിച്ചില്ലെങ്കിൽ പോലും അവിടെ നമുക്ക് ലോജിക് തിങ്കിങ് ആൻഡ് കോമൺ സെൻസ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് പോകാൻ പറ്റും. കർഷകരുടെ കുടിയേറ്റമാണ് ഇവിടുത്തെ തെറ്റെന്ന് മനസ്സിലാക്കാം. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏത്? എക്സാമുകളിൽ എപ്പോഴും ഇങ്ങനത്തെ ലോജിക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന
വളരെ പെട്ടെന്ന് ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് പോലും ലോജിക് പ്രകാരം ഉത്തരം എഴുതാൻ പറ്റുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ തുല്യ ജോലിക്ക് തുല്യ വേതനം കോടതി മുഖേന എന്ന് എടുത്തു പറഞ്ഞെങ്കിൽ അത് മൗലിക അവകാശത്തെ കുറിച്ചാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഏതാണ് മൗലിക അവകാശം എന്ന് നമ്മൾ നോക്കണം. എല്ലാം കോടതി മുഖേന നമുക്ക് കിട്ടത്തില്ല. എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ കൊലപാതകം ചെയ്താലും മറ്റൊരാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന എല്ലാം കോടതി മുഖേനയാണ്. ഇവിടെ പ്രത്യേകിച്ച് അവകാശം കോടതി എന്ന് പറഞ്ഞപ്പോൾ മൗലിക അവകാശമാണ് അവർ ഉദ്ദേശിച്ചത്. തുല്യ ജോലിക്ക് തുല്യ വേതനം അത് നിർദ്ദേശ തത്വമാണ്. ജീവനോപാധികൾ ലഭിക്കാനുള്ളത് സാമ്പത്തിക ചൂഷണം. അപ്പൊ നമ്മൾ ഇതിനകത്ത് മൗലിക അവകാശം ഏതെങ്കിലും ഒരു സാധനം പറഞ്ഞിട്ടുണ്ടോ എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. 12 മുതൽ 35 വരെയുള്ള മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന 19ാമത്തെ ആർട്ടിക്കിളിലുള്ള സമാധാനപരമായ യോഗം ചെയ്യാനുള്ള അവകാശം നമ്മുടെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ഒന്നാണിത്. അപ്പൊ ഇതാണ് കോടതി വഴി നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ ചോദ്യം 91-ലാണ് എന്ത് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്? PV നരസിംഹ റാവു. ഇദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ആണ്. പ്രധാനമന്ത്രി ആയപ്പോഴാണ്. മൻമോഹൻ സിംഗ് ആയിരുന്നു ഈ സമയത്ത് ധനകാര്യമന്ത്രി. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇവിടെ 3 കാര്യങ്ങളാണ് നടത്തിയതെന്ന് എല്ലാവർക്കും അറിയാം. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇതറിയാത്തൊരു കുട്ടിക്ക് ഇതിനകത്തൊരു സംശയം തോന്നും. ഇനി ദേശസാൽക്കരണം നമ്മുടെ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ് നടത്തിയത്, അല്ലെ? അതെന്ന് വെച്ചാൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്. ഇത് പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടതാണോ? അങ്ങനെ ലോജിക്കലി നോക്കാം. പുത്തൻ സാമ്പത്തിക നയം നവ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ്. അപ്പോ അവിടെ ഈ 3 എണ്ണമാണ്: ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. മറ്റേത് ബാങ്കുകളൊക്കെ ദേശസാൽക്കരിച്ചതാണ്. അപ്പൊ അത് ദേശസാൽക്കരണമല്ല. ബാങ്കുകൾ മാത്രമല്ല, ഏത് കമ്പനികളും നാഷണലൈസ് ചെയ്താൽ അത് ദേശസാൽക്കരണമായി മാറും. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ബാങ്ക് ദേശസാൽക്കരിച്ച കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് എന്താണ്? ഈ 3 തെറ്റാണ് എന്നറിയാമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. 1 and 2 ആണ്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പുത്തൻ സാമ്പത്തിക നയം പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഇത് ഉത്തരത്തിലേക്ക് എത്താൻ പാടാണ്. സോ പുത്തൻ സാമ്പത്തിക നയം കണ്ടിട്ടില്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ പാടാണ്. എന്നാൽ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ എടുത്ത് നോക്കിയാലും പുത്തൻ സാമ്പത്തിക നയം അതിനകത്തെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് ജസ്റ്റ് ഒന്ന് പഠിക്കുന്ന ഒരാൾ ആദ്യം പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. PV നരസിംഹ റാവു, മൻമോഹൻ മോഡൽ, പിന്നെ ഏത് പഞ്ചവത്സര പദ്ധതി, പിന്നെ ഈ 3 കാര്യങ്ങളാണ് അതിനകത്ത് ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന ഈ ഹെഡിങ്ങിലെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്: ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഓപ്ഷൻ വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് അധികം അറിയത്തില്ലെങ്കിൽ പോലും ഉത്തരങ്ങളിലേക്ക് എത്താൻ പറ്റാറുണ്ട്. ഒരു 10-60% കൂടുതൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പിന്നെ വളരെ അപൂർവം ചില ക്വസ്റ്റ്യൻസിലൊക്കെ 2 ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൺഫ്യൂസ് ആയിട്ട് അവിടെ ഇരിക്കും. അതൊരു എക്സാം ഹാൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ധൈര്യപൂർവ്വം അത് കറക്കി കുത്തണോ, അതായത് ഇന്റലിജന്റ് തിങ്കിങ്ങിന് ശേഷം അത് കുത്തണോ വേണ്ടയോ എന്ന് നമുക്ക് എന്ത് ചെയ്യും? ഡൗട്ട് ആകും. കാരണം അതൊരു എക്സാം ഹാളാണ്. നമ്മളിപ്പോ മാർക്ക് ചെയ്തു പോയാൽ ചിലപ്പോൾ നമ്മുടെ മാർക്കിനെ അത് ബാധിക്കും, അല്ലെ? നമ്മുടെ ലൈഫ് പോകുന്ന കാര്യമാണ്. 3 വർഷം പിന്നെ വെയിറ്റ് ചെയ്യണം എക്സാമിന്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മൾ തന്നെ യുക്തിപൂർവ്വം ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ 2 എണ്ണത്തിൽ ഡൗട്ട് വരുമ്പോൾ അതിലൊന്നാണ് ശരി, 50-50 ചാൻസ് ആണ്. അപ്പൊ കിട്ടി പോയാ പോയി എന്നൊരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകണോ, അതോ നമ്മൾ ഉള്ള മാർക്കിൽ സംതൃപ്തി അടയണോ എന്നൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കണം. അപ്പൊ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ക്വസ്റ്റ്യൻസ് കൈകാര്യം ചെയ്യേണ്ടത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.